ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നത്. വൈകുന്നേരത്തെ നമ്മുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചൂട് സമയത്ത് പെട്ടെന്ന് വന്നൊരു മഴയായിരുന്നു കേട്ടോ. ഇന്ന് ഞായറാഴ്ചത്തെ വ്ലോഗാണ്. ഞായറാഴ്ച ഒരു 11 മണിക്ക് തുടങ്ങിയ മഴയായിരുന്നു. ഇടയ്ക്ക് ഒരു വൈകുന്നേരത്ത് തോന്നുന്ന സമയത്താണ് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയത്. അപ്പം ഞങ്ങളിപ്പം നടന്ന് വന്നതെന്ന് വിചാരിച്ചാലേ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് നേരെ കറങ്ങി നമുക്ക് പോയി ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷേങ്കിൽ നമ്മൾ നടന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിന് വീണ്ടും മഴ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതേ അമ്പലത്തിലൊക്കെ കയറി തൊഴുതിട്ട് പിന്നെ ഇറങ്ങി. നമ്മുടെ വീടിനടുത്ത് തന്നെ ഉള്ള കേട്ടോ. 3 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് നേരെ കടയിലോട്ട് പോയി. എന്തായാലും ഇനിയിപ്പോൾ ചായയൊക്കെ കുടിക്കണമല്ലോ, മഴയൊക്കെ ഇല്ലേ. അപ്പം ചൂട് ചായ കുടിക്കുക. അതുകൊണ്ട് നേരെ കടയിൽ കയറി പാലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് നേരെ പിന്നെ വീട്ടിലോട്ട് പോയി. ചിഞ്ചു എന്തൊക്കെയോ കുറച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തോ കടയിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ്. അപ്പോൾ ഇവിടെ റോഡിൽ കണ്ടോ, രണ്ട് സൈഡിലല്ല, ഒരു സൈഡിൽ ഫുള്ള് ട്യൂബ് ലൈറ്റ് ഇട്ടിരിക്കുന്നത്. അത് അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഇതായിട്ട് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ നേരെ പോയി ഞാൻ ചായ ഇടാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പെറുക്കിയൊക്കെ വെച്ച് കേട്ടോ. അപ്പോൾ നമ്മളിത് കടയിൽ നിന്ന് തേങ്ങ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ഇവിടുത്തെ തേങ്ങയെല്ലാം തീർന്നു. തേങ്ങയ്ക്ക് ഭയങ്കര വില കേട്ടോ. നമ്മൾ ഒറ്റ തേങ്ങ വാങ്ങിച്ചുള്ളൂ. ഈ തേങ്ങയ്ക്ക് തന്നെ ഭയങ്കര വില. ഇപ്പോൾ തേങ്ങയ്ക്കാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ വില കൂടുതലെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടേ കുപ്പിവെള്ളം ഇട്ടിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മുടെ തിരുവാതിരയ്ക്ക് വാങ്ങിച്ച പച്ച കുപ്പിവെള്ളയും പിന്നെ അതിൻ്റെ ഇടയ്ക്കത്തേതൊക്കെ ഇവിടെ ഇരുന്നതെല്ലാം കൂടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ എടുത്തിടും കേട്ടോ. എപ്പോഴും വളയിടുന്ന ഒരു ശീലമില്ല. ഇങ്ങനെ ഇടുമ്പം കുറേ ഷോയൊക്കെ ഇങ്ങനെ കാണിക്കും. അങ്ങനെ കാണിച്ചിട്ടൊക്കെ നേരെ പോയി ചായക്ക് പാലൊഴിച്ചതാണ്. പാലവിടെ എല്ലാം കൂടി അങ്ങ് വീണ് കേട്ടോ. കുറേ അങ്ങ് പോയി. പിന്നെ അതിനെയൊക്കെ തുടച്ച് ക്ലീനൊക്കെ ചെയ്തിട്ട് പിന്നെ ചായ ഇട്ടു. ഇപ്പോൾ തന്നെ സമയം 8:30 ആയിട്ടുണ്ട് കേട്ടോ. ചായ കുടിച്ചതുമില്ല. പിന്നെ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് ചായ കുടിക്കാനൊരു കൊതി, അങ്ങനെ ഇട്ടതാണ്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത്. പിന്നെ അവിടെ ഏലക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെയും കൂടി ഞാൻ ചായയിലിട്ട് കണ്ട കുപ്പിവെള്ളം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീടാണിത് ഈ കാണിക്കുന്നതൊക്കെ കേട്ടോ. അങ്ങനെ ചായ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചായക്ക് നല്ല കടുപ്പം വേണം. അങ്ങനെ വെളുത്തിരിക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ തേയിലയൊക്കെ ഇട്ട് തിളച്ച് കഴിഞ്ഞാൽ ഒരു 2-3 പ്രാവശ്യം തിളപ്പിച്ചതിന് ശേഷം എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഇങ്ങനെ അടിച്ച് പതപ്പിച്ച ചായ ഉണ്ടല്ലോ, ആ ഒരു ചായ. നമ്മൾ ചിലയിടത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വെളുത്ത ചായ കിട്ടും കേട്ടോ. എനിക്കത് ഇഷ്ടമാണ്. എനിക്കെന്നല്ല, ഞങ്ങൾക്ക് ആർക്കും അത് ഇഷ്ടമല്ല കേട്ടോ. ഈ ഒരു കടുപ്പം വേണം ചായക്ക്. ഈ ഒരു കടുപ്പവും നല്ല പതപ്പിച്ച ചായയാണ് കേട്ടോ. അങ്ങനെ ചായ ഇട്ട് ഞാൻ നേരെ രഘുചേട്ടനെ കൊണ്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഉടുപ്പിടാതിരിക്കുന്ന വീഡിയോ എടുത്തിട്ട് ഇനി എന്താ പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. എന്നിട്ട് വീണ്ടും എൻ്റെ അടുത്തൊരു ഷോ ഉണ്ട് കേട്ടോ. കുപ്പിവെള്ളം കാണിക്കാൻ വേണ്ടിയുള്ള ഷോ തന്നെ. അത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാണ് രഘുചേട്ടൻ ഞെട്ടി ഇങ്ങൊക്കെ നോക്കുന്നുണ്ട്. അവസാനം അവളുടെ അടുത്ത് പോയപ്പോൾ അവൾ പ്രേതത്തിനെ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ് അവളെ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന സ്നാക്സൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അതൊന്നും, നെയ്യപ്പം അച്ചപ്പം അതൊന്നും എനിക്ക് തിന്നാൻ അത്ര കൊതിയൊന്നുമില്ല കേട്ടോ. പിന്നെ ആ കേക്ക് ഇഷ്ടമുണ്ട്, അത് വല്ലപ്പോഴും എടുത്ത് തിന്നും. പിന്നെ നമ്മൾ കപ്പലണ്ടി വാങ്ങിച്ചിരുന്നു. അങ്ങനെ അതിനെ കുറച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അമ്മ വന്നിട്ടുണ്ട്. അമ്മ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വൈകിട്ടത്തേക്കുള്ളത്. അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ ആണെങ്കിൽ ഞാനും കേശപ്പൻ്റെ കപ്പിലാണ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ അന്ന് എനിക്ക് ഒഴിച്ചൊക്കെ തരുന്നുണ്ട്. എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നേരെ പോയി അമ്മ എന്തോ കൊണ്ടുവന്നതെന്ന് നോക്കി. അപ്പം ഇന്ന് ഗോതമ്പ് പുട്ടും പഴവുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇന്ന് താമസിച്ചാണ് പച്ചരി വെള്ളത്തിൽ ഇട്ടെ. അപ്പം ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഇത് എടുത്തിങ്ങനെ നോക്കിയപ്പോഴത്തേക്കിന് അരയ്ക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. അപ്പത്തിന് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പത്തിൻ്റെ ഇതിൻ്റെ റെസിപ്പി ആയിട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് വേറെ വീഡിയോ കേട്ടോ. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കയറി കാണണേ. അപ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കാത്ത അപ്പത്തിൻ്റെ റെസിപ്പി വീഡിയോ നേരത്തെ ഉള്ള വീഡിയോയിൽ നോക്കി കാണാം. അത് കഴിഞ്ഞ് ഇത് അരച്ചപ്പോൾ ആ ഒരു പാത്രം നിറച്ചുള്ളതുകൊണ്ട് വേറൊരു പാത്രവും കൂടി അടിയിൽ വെച്ചിട്ട് ഞാൻ അടച്ചൊക്കെ വെച്ചു. അങ്ങനെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ.